Hi all. Today we're going to discuss about planning. Planning എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞ സെക്ഷനിൽ. അതായത് 5 ഫങ്ഷൻസ്, പ്രൈമറി ഫങ്ഷൻസ് ആണ് മാനേജ്മെൻറ്റിനുള്ളത്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് സ്റ്റാഫിംഗ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് നമ്മൾ പറയുന്ന ഫങ്ഷനാണ് പ്ലാനിങ്. ഓക്കെ, പ്ലാനിങ് എന്ന് പറയുന്ന ഫങ്ഷനെ പറ്റിയിട്ടും ഓക്കെ എന്തൊക്കെയാണ് അതിൻ്റെ അടിയിൽ വരുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, so we are going to start with planning, the first function of management or the basic function of management known as planning. Okay, so planning is a primary function of management. Management primary function അല്ലെങ്കിൽ basic function എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഫംഗ്ഷനാണ് പ്ലാനിങ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ബാക്കി എല്ലാ ഫങ്ഷൻസും ഇറ്റ് കൻ ഓൺലി ഹാപ്പൻ ഇഫ് പ്ലാനിങ് ഹാപ്പൻസ്. പ്ലാനിങ് നടന്നാൽ മാത്രമേ. ശരിക്കും ഒരു സീക്വൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ഫങ്ഷൻസിനും ഒരു സീക്വൻസ് ഒന്നുമില്ല, പക്ഷെ പ്ലാനിങ്ങിനുണ്ട്. ആദ്യം നമ്മൾ ഒരു പരിധി വരെ ചെയ്യുന്ന ഫങ്ഷൻ, മാനേജ്മെൻറ്റ് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുക? പ്ലാനിങ് ആണ് ചെയ്യുക, അല്ലേ? എന്തുകൊണ്ടാണ്? വൈ ഡു വി? അത് എപ്പോഴും അങ്ങനെയല്ല. എന്ത് കാര്യവും നമ്മൾ ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക, അല്ലേ? നമ്മൾ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇൻ എ നാരോ സെൻസിൽ എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? പ്ലാനിങ് ഈസ് നത്തിങ് ബട്ട് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഹാസ് ടു ബി ഡൺ. അല്ലേ, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നേരത്തെ കൂട്ടി അതിനെപ്പറ്റി തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്ലാനിങ് എന്ന് പറയാം. അത് തന്നെയാണ് ഹൈമൻ കൊടുത്തിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഡെഫിനേഷൻ. വളരെ സിമ്പിളായിട്ട് പ്ലാനിങ് എന്താണ് എന്ന് ചോദിച്ചാൽ, പ്ലാനിങ് ഈസ് ജസ്റ്റ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഹാവ് ടു ബി ഡൺ. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലും നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ കൂട്ടി തീരുമാനിക്കാറുണ്ട്. ഈ ഡിസൈഡിങ്, ഈ കാര്യങ്ങളെയൊക്കെ നേരത്തെ കൂട്ടി തീരുമാനിക്കുന്നതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുക. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനുള്ള നമ്മൾ നേരത്തെ തീരുമാനിക്കുക? ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ: വാട്ട്, ഹൗ, വെൻ, വെയർ, വൈ, ഹു. ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനിയുടെ ഉള്ളിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത്, അല്ലേ? എന്താണ് വാട്ട് എന്ന് പറഞ്ഞാൽ? വാട്ട് മീൻസ് വാട്ട് ഹാസ് ടു ബി ഡൺ. ഏതൊരു ബിസിനസ്സും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് വാട്ട് ഹാസ് ടു ബി ഡൺ, അല്ലെങ്കിൽ വാട്ട് ഇസ് അവർ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്, അല്ലേ? എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റീവ് സെറ്റിംഗ്. അത് തന്നെയാണ് പ്ലാനിങ്ങിൻ്റെ, ബിസിനസ് പ്ലാനിങ്ങിൻ്റെയും ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. പിന്നെ അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? ഹൗ, എങ്ങനെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവിലേക്ക് എത്തുക? അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ പ്രോഫിറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ എന്ത് പ്രൊഡക്ഷൻ ടെക്നീക്സ് യൂസ് ചെയ്യും, നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഹൗ എന്ന് പറയുന്നതിൽ പ്ലാൻ ചെയ്യാം, അല്ലേ? പിന്നെ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യണം? വെൻ. ഇതൊക്കെ നമുക്കൊരു ടൈം ഫ്രെയിമിനുള്ളിൽ വേണം ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യാൻ. നമ്മൾ ഏത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്താലും ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ വേണം നമുക്കിത് അച്ചീവ് ചെയ്യാൻ. ആ ടൈം ഫ്രെയിം നമ്മളിവിടെ സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യും? വെയർ. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഏത് മാർക്കറ്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രൊഡക്ഷൻ, നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്, നമ്മളെവിടെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ പോകുന്നത്, വെയർ. പിന്നെ ഹൂ, അതായത് ആരൊക്കെ. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ലേബേഴ്സ് ആരൊക്കെ എന്തൊക്കെ ഫങ്ഷൻസ് ചെയ്യും, ഏതൊക്കെ ആൾക്കാരാണ് പ്രൊഡക്ഷൻ്റെ ഹെഡ് ആവുക, ഏതൊക്കെ ആൾക്കാരാണ് സെയിൽസിൻ്റെ ഹെഡ് ആവുക, മാർക്കറ്റിങ്ങിൻ്റെ ഹെഡ് ആവുക, അതേപോലെ ആർക്കൊക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലേ? ഇത് നമ്മൾ പ്ലാൻ ചെയ്യണം. ആൻഡ് ദെൻ എൻഡ് ഓഫ് ഇറ്റ് വി ഹാവ് ടു പ്ലാൻ വൈ, ഓർ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൈ. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂഷ്വലി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്യുക. സോ പ്ലാനിങ്ങിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ചോദിച്ചു, യു കൻ ഏതർ സേ പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഹാസ് ടു ബി ഡൺ, ഓർ വി കൻ ഓൾസോ സേ പ്ലാനിങ് ഇസ് ഡിസൈഡിങ് വാട്ട് ഹാസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഇസ് ഡൺ, വെൻ ഇറ്റ് ഇസ് ഡൺ, വെയർ ഇറ്റ് ഇസ് ഡൺ, ഹൂ ഡസ് ഇറ്റ് ആൻഡ് വൈ ഇറ്റ് ഇസ് ഡൺ. ഓക്കെ, ഇനി ഇവിടെ വേറൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന, ബ്രോഡായിട്ട് പറയുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസൈഡിങ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്സ്. ഞാൻ പറഞ്ഞു, ഏതൊരു കമ്പനിയിലും പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനിങ്ങിൽ. ഓക്കെ, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക ആൻഡ് ഡിസൈഡിങ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദോസ് ഒബ്ജക്റ്റീവ്സ്. ഈ വാട്ട് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദിസ് വാട്ട്. അതായത് ഈ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ ഡിസൈഡ് ചെയ്യാം.
അതാണ് പിന്നെ പ്ലാനിങ്ങിൽ നടക്കുന്നത്. Okay, so that is what you mean by planning. Planning is a process of setting objective and deciding the course of actions to achieve these objective. It is basically preparation of a blueprint. നമ്മൾ കമ്പനി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ കമ്പനിയുടെ മറ്റ് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി വയ്ക്കുക. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഓക്കെ, വാട്ട്, പിന്നെ എങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒബ്ജക്റ്റീവിലേക്ക് എത്തും എന്ന കോഴ്സ് ഓഫ് ആക്ഷൻസ് അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് നമ്മൾ പറയുക. അടുത്ത പറയുന്ന വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിസിലാണ് പ്ലാനിങ് ചെയ്യുക, ഉറപ്പല്ലേ? കാരണം നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാണ്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാനിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഡെഫിനറ്റ്ലി നമുക്ക് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കിയും കൊണ്ട് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്യുക, അല്ലേ? നാളെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, നാളെ ഇന്ന പ്രൊഡക്ട്സ് ആയിരിക്കാം കൃത്യമായിട്ട് പോവുക, അല്ലെങ്കിൽ നാളെ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് വേണം, നാളെ ഇതിൻ്റെ കോസ്റ്റ് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരുപാട് നമ്മൾ ഫോർകാസ്റ്റിംഗ് നടക്കുന്നുണ്ട് ഇവിടെ. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് പ്ലാനിങ്ങിൻ്റെ. ഫോർകാസ്റ്റ് ചെയ്യുക, അതായത് നാളെ എന്ത് സംഭവിക്കാമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, പ്ലാനിങ് ചെയ്യുക. ഇറ്റ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രൈമറി ഫങ്ഷനാണ്, ഒരു ബേസിക് ഫങ്ഷനാണ് പ്ലാനിങ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് എന്താ പറയുക സബ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സബായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു മെയിൻ ഫങ്ഷനാണ് മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇതാണ് ഒരു പരിധി വരെ നമുക്ക് ആദ്യം നമ്മൾ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻ. എല്ലാ സ്റ്റേജിലും പ്ലാനിങ് വേണം. കമ്പനി തുടങ്ങുമ്പോൾ മാത്രമല്ല, ബിസിനസ് റൺ ചെയ്യുന്ന എല്ലാ സ്റ്റേജിലും പ്ലാനിങ് വേണമെങ്കിലും പ്ലാനിങ് ഫസ്റ്റ് ഒരു പരിധി വരെ ചെയ്താലേ നമുക്ക് മറ്റ് ഫങ്ഷൻസിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ദെൻ പ്ലാനിങ് ഈസ് എ മെൻ്റൽ ആക്ടിവിറ്റി. ഒരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്, അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ മാനേജർക്ക് ഇറ്റ് ഈസ് എൻ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. ഓക്കെ, ഒരു എന്താ പറയുക ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, കോൺഷ്യസ് ആയിട്ടൊരു മാനേജർ അയാളുടെ എന്താ എബിലിറ്റി യൂസ് ചെയ്ത്, അയാളുടെ ഇൻറ്റ്യൂഷൻസ് യൂസ് ചെയ്ത്, അയാളുടെ സ്കിൽസ് യൂസ് ചെയ്ത് നേരത്തെ കൂട്ടി തന്നെ കാര്യങ്ങളെ കോൺഷ്യസ് ആയിട്ട് തീരുമാനിക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ആയിട്ടൊരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്, ഒട്ടും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല അത്. ഇറ്റ്സ് എൻ ഇൻ്റലക്ച്വൽ ആൻഡ് എ മെൻ്റൽ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതെ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ബിസിനസ് എത്ര കാലം ഉണ്ടോ അത്രയും കാലം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല, നമുക്ക് തുടക്കത്തിൽ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു കൊല്ലം നമ്മൾ ബിസിനസ് ഒരു പർട്ടിക്കുലർ ഇയർ അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ നമുക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, അങ്ങനെയല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ചിങ് എന്നാണ് അർത്ഥം, അല്ലേ? ഡൈനാമിക് ആണ്. പ്ലാൻസ് ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്ക് വളരെ റിജിഡായിട്ട് വെക്കാൻ പറ്റില്ല. ഡൈനാമിക് ആണ്, മാറിക്കൊണ്ടേയിരിക്കും, മാറി തന്നെ വേണേനി, അല്ലേ? പ്ലാൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ പ്ലാൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് പെർവേസീവ്. പെർവേസീവ് എന്ന് പറഞ്ഞാൽ റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവലിലും, എല്ലാ ഏരിയയിലും, ബിസിനസ്സിൻ്റെ ഉള്ളിലെ എല്ലാ ലെവലിലും, എല്ലാ ഏരിയയിലും എന്ത് വേണം, പ്ലാനിങ് വേണം. അല്ലാണ്ട് ടോപ്പ് ലെവലിൽ മാത്രം, മിഡിൽ ലെവലിൽ മാത്രം, ലോവർ ലെവലിൽ മാത്രം, അങ്ങനെയല്ല. എല്ലാ ലെവലിലും പ്ലാൻ ചെയ്യണം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ചെയ്യണം, എല്ലാ ഏരിയയിലും നമുക്ക് പ്ലാനിങ് വേണം. ഇറ്റ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, പ്ലാനിങ്ങിൽ രണ്ട് ആസ്പെക്റ്റാണ് ഉള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, എന്താ നമ്മുടെ ഗോൾ എന്നുള്ളത് സെറ്റ് ചെയ്യുക. രണ്ട്, ഈ ഗോളിലേക്ക് എത്താനുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ, എങ്ങനെ നമ്മൾ ആ ഗോളിലേക്ക് എത്തുമെന്ന കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുക. ഇത് രണ്ടുമാണ് പ്ലാനിങ്ങിൻ്റെ രണ്ട് മെയിൻ ആസ്പെക്റ്റ്. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. നമ്മൾ ഡൈനാമിക്കിൽ പറഞ്ഞ പോലെ തന്നെ പ്ലാൻ ഒരിക്കലും റിജിഡ് ആവാൻ പാടില്ല. നമ്മൾ നേരത്തെ കൂട്ടി സെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് നാളെ, ഞാൻ എപ്പോഴും പറഞ്ഞു പ്ലാനിങ് ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. പക്ഷെ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ആ പ്ലാൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്ലാനിനെ നമുക്ക് മാറ്റാൻ കഴിയണം.
ഓക്കെ, അല്ലാണ്ട് നമുക്ക് ഒരിക്കലും റിജിഡായിട്ട് പ്ലാനുകൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടാകും. കാരണം നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ബിസിനസ്സിൽ പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് പാർട്ടിസിപ്പേറ്റീവ്. അതെ, ഈ ഒരു ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ടിസിപ്പേറ്റീവ് ഫംഗ്ഷൻ. അതായത് ടോപ്പ് ലെവലിൽ മാത്രം ചെയ്യുന്നതല്ല, മാനേജ്മെൻറ്റ് മാത്രം ആക്ച്വലി ചെയ്യുന്നതല്ല, എംപ്ലോയീസിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. കാരണം അവരെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലാനിങ്ങിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലൊക്കെ. ഇറ്റ് ഈസ് ടു ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് എഫിഷ്യൻസി. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എഫിഷ്യൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ബിസിനസ് എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. അതെ, ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പറഞ്ഞ പോലെ ഫോർവേഡ് ലുക്കിംഗ് ആണ്. എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടി, നാളത്തേക്ക് അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുന്നു ഇന്നേ നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുക. സോ ദാറ്റ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റേജസ് ഇൻ പ്ലാനിങ്. സോ ഫസ്റ്റ് വൺ ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. പ്ലാനിങ് നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടാണ്. കമ്പനിയുടെ ഗോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. ഈ ഒബ്ജക്റ്റീവ് 2 ടൈപ്പ് ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ സെറ്റ് ചെയ്യുക, ഓവറോൾ ഒബ്ജക്റ്റീവും ഡെറിവേറ്റീവ് ഒബ്ജക്റ്റീവും. ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എൻറ്റയർ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, ബിസിനസ്സിന് എന്താണ് ഓവറോൾ വേണ്ടത്, അപ്പോൾ അവർക്ക് പ്രോഫിറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക, ആ രീതിയിൽ. ഡെറിവേറ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ വർക്ക് ഗ്രൂപ്പിൻ്റെയും ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ച് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുക, പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഓവറോൾ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മേക്കിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും സെയിൽസ് നമുക്ക് ഈ കൊല്ലം ഇത്ര % സെയിൽസ് ഹൈക്ക് വരുത്തണം ഇന്ന പ്രൊഡക്റ്റിന് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിനനുസരിച്ചൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും, സെയിൽസിന് അതിനനുസരിച്ചിട്ട്, മാർക്കറ്റിങ്ങിന് അതിനനുസരിച്ചിട്ട്, അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്, 2 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഈ സ്റ്റേജിൽ നമ്മൾ സെറ്റ് ചെയ്യും. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിങ് പ്രിമൈസസ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്താൽ പിന്നെ അടുത്തത് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ പ്ലാനിങ് പ്രിമൈസ് സെറ്റ് ചെയ്യുക. പ്ലാനിങ് പ്രിമൈസ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഞാൻ പറഞ്ഞു ഫ്യൂച്ചറിസ്റ്റിക് ആണ്, നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് നമ്മൾ എസംഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് പ്രിമൈസസ് എസംഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന തീരുമാനിക്കുന്ന ഫ്യൂച്ചറിനെ പറ്റിയുള്ള എസംഷൻസ്, ഇന്ന കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്, ഈ മാസം നമുക്ക് പീക്ക് മാസം ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ മാസം നമുക്ക് സെയിൽസ് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ആ രീതിയിലുള്ള ഫ്യൂച്ചറിനെ പറ്റിയുള്ള എസംഷൻസ് ആണ് പ്ലാനിങ് പ്രിമൈസസ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് അപ്പോൾ ചെയ്യുക അത് സെറ്റ് ചെയ്യലാണ്. ഇത് 2 ടൈപ്പ് ഉണ്ട്, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ. അത് നമ്മൾ വിശദമായിട്ട് പ്ലാനിങ് പ്രിമൈസസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ. ഈ പറയുന്ന പ്രിമൈസ് സെറ്റ് ചെയ്താലും ഒബ്ജക്റ്റീവും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്ച്വൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും, അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യും, ഇൻഫർമേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യും. പിന്നെ സ്റ്റേജ് എന്താണ്? പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. പ്ലാനിങ്ങിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ്, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, കോഴ്സ് ഓഫ് ആക്ഷൻ, ഏത് രീതിയിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നു എന്നുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഉള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റീവിലേക്ക് എത്താനുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ, ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മളിവിടേക്ക് എത്തുക എന്നുള്ള ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യും. ഓൾ ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കും, ഏതൊക്കെ രീതിയിൽ പോയാൽ നമുക്ക് അവിടെ എത്താം എന്നുള്ളത്. ആൻഡ് ദെൻ വി ഇവാലുവേറ്റ് ദീസ് ഓൾട്ടർനേറ്റീവ്സ്. ഈ എല്ലാ ഓൾട്ടർനേറ്റീവ്സിനും കൂടി നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്താൽ പിന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഏതൊക്കെയാണ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഉള്ളത്. ദെൻ യു സെലക്ട് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അതുവരെ ചെയ്താൽ തന്നെ ഒരു ഫസ്റ്റ് പോർഷൻ ഓഫ് പ്ലാനിങ് ശരിക്കും പറഞ്ഞാൽ അവിടെ ആ സ്റ്റെപ്പ് കൊണ്ട് കഴിയാണ്, ആദ്യത്തെ ഒരു പോർഷൻ. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പ്രിപ്പറേഷൻ ഓഫ് സബ്സിഡറി പ്ലാൻ. അപ്പോൾ ഇതുവരെ ചെയ്യുമ്പോൾ തന്നെ മെയിൻ പ്ലാൻ സെറ്റ് ചെയ്തു, പിന്നെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സബ്സിഡറി പ്ലാൻ, ചെറിയ ചെറിയ സബ്സിഡറി പ്ലാനുകൾ നമ്മളിനി നെക്സ്റ്റ് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. അപ്പോൾ സബ്സിഡറി പ്ലാനിങ് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതെല്ലാ പ്ലാനുകളും ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും പ്ലാനിങ് പ്രോസസ്സ് കഴിയില്ല. ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പിന്നെ അതിന് എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് എടുക്കണം. ഓക്കെ, എത്രത്തോളം കൃത്യമായിട്ട് ആ പ്രോസസ്സ് നമ്മുടെ പ്ലാനുകൾ ശരിയായി എന്നുള്ള ഫോളോ അപ്പ് എടുക്കണം.
ആൻഡ് ലാസ്റ്റ് അസസ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇംപ്ലിമെൻറ്റേഷന് ശേഷം ഫോളോ അപ്പ് കിട്ടിയതിന് ശേഷം എത്രത്തോളം നമ്മുടെ പ്ലാനുകളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നോക്കുക. പ്ലാൻ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു, എത്രത്തോളം വീക്കായിരുന്നു, എവിടേക്കാണ് നമ്മുടെ പ്ലാനിൻ്റെ പ്രശ്നങ്ങളെന്ന് നോക്കിയിട്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഇതാണ് പ്ലാനിങ് പ്രോസസ്സ്. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ഈ പോർഷനും കൂടി പറഞ്ഞിട്ട് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് പോർഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്? ഒരു മെയിൻ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു, പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഫംഗ്ഷനാണ്. ഇത് ചെയ്യാണ്ട് നമുക്ക് മറ്റ് ഫംഗ്ഷൻസ് ഒന്നും ഓർഗനൈസേഷനിൽ ചെയ്യാൻ പറ്റില്ല. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ കൂടിയാണ്. നമ്മുടെ കമ്പനിയുടെ ഗോൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലാനിങ് സ്റ്റേജിലാണ്. അത് മാത്രമല്ല, ഈ സ്റ്റേജിലാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതും ആ ഒബ്ജക്റ്റീവ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നതും ഈ പെർട്ടിക്കുലർ സ്റ്റേജിലാണ്. സോ ഫോക്കസ് അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്, കമ്പനിയുടെ ഗോൾസിന് അറ്റൻഷൻ കൊടുക്കുന്ന സ്റ്റേജാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ടു ഓഫ്സെറ്റ് അൺസർട്ടനിറ്റി, ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യുന്ന എന്തിനാണ്? അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ. നാളെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചാലേ നാളത്തെ അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യാണ്ട് നമ്മൾ ബിസിനസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഓരോ മാസം പോകുന്തോറും ഓരോ പുതിയ ഇഷ്യൂസും അൺസർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വരും. ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. അതെ, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള എന്താ പറയുക വർക്ക് സ്ട്രക്ചർ ഒക്കെ ഉള്ളൊരു കമ്പനിയിൽ നല്ല കോർഡിനേഷൻ ഉണ്ടാവും. കാരണം എംപ്ലോയീസിന് കൃത്യമായിട്ട് അറിയാം അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അവരേത് രീതിയിൽ വർക്ക് ചെയ്യണം, ഒക്കെ കൃത്യമായിട്ട് പ്ലാൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി കോർഡിനേഷൻ വരും. ഇതില്ലെങ്കിൽ എന്ത് വരും? കൺഫ്യൂഷൻ വരും. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടൽ അട്ടർ കൺഫ്യൂഷൻ ആയിരിക്കും. ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. ഫെസിലിറ്റേറ്റ് കൺട്രോൾ എന്ന് പറയാൻ കാരണം വെച്ചാൽ പ്ലാനിങ് സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ പലപ്പോഴും സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് പലപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. കമ്പനിയിലെ എംപ്ലോയീസിനെ അളക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കമ്പനിയുടെ പെർഫോമൻസ് അളക്കുന്ന സ്റ്റാൻഡേർഡ്സ് വരുന്നത് ഈ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. ഈ ഒബ്ജക്റ്റീവ്സ് എത്രമാത്രം നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് കമ്പനി സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പ്ലാനിങ് സ്റ്റേജ് വേണം. കാരണം പ്ലാനിങ് സ്റ്റേജിൽ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെയും ഇവരെയൊക്കെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പ്ലാനിങ് ബ്രിങ്സ് എക്കണോമി ഇൻ ടു ഓപ്പറേഷൻ. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കൃത്യമായ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ട് ടൈം സേവിങ്, കോസ്റ്റ് സേവിങ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാണ്ട് ഓരോ സാധനത്തിലേക്ക് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റ് വരും, അൺനെസസറി ആയിട്ടുള്ള ടൈം വരും, ഓക്കെ, വേസ്റ്റേജ് വരും. പക്ഷെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതില്ല. കൃത്യമായ ഓപ്പറേഷൻ്റെ ഉള്ളിൽ വളരെ എക്കണോമിക്കലായിട്ട് നമുക്ക് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. എൻഹാൻസസ് എഫിഷ്യൻസി. തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൂടും? എഫിഷ്യൻസി കൂടും. ഓക്കെ, വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് കൃത്യമായിട്ട് എഫിഷ്യൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഹെൽപ്സ് മോട്ടിവേഷൻ. നല്ലോണം കൃത്യമായ പ്ലാനുകൾ, കൃത്യമായ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് വൃത്തിക്ക് ഓരോ എംപ്ലോയീസിനും എന്ത് ചെയ്യണം എന്നറിയാം, ഏത് രീതിയിൽ ചെയ്യണം എന്നറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താവും? മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, അവർക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യാൻ തോന്നും. ഇൻ കോൺട്രറി ടു എൻ ഓർഗനൈസേഷൻ വെൻ നത്തിങ് ഇസ് പ്ലാൻഡ്. ഒന്നും പ്ലാൻഡ് അല്ലാത്തൊരു ഓർഗനൈസേഷനിൽ ആൾക്കാർക്ക് അത്ര കൺഫ്യൂഷൻ ആയിരിക്കും. അവർക്ക് വർക്ക് ചെയ്യാൻ എന്തുണ്ടാവില്ല? മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ താങ്ക് യു. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം.